നിങ്ങളുടെ അത്താഴമാണ് നിങ്ങളുടെ പല രോഗങ്ങൾക്കും കാരണം എന്നറിയാമോ? കാരണം നമ്മുടെ ഒന്നും അത്താഴം കഴിക്കുന്ന ശീലം ശരിയല്ല. കാരണം പല ആളുകളും ഒരു ദിവസത്തെ ഏറ്റവും കൂടുതൽ ആഹാരം കഴിക്കുന്നത് രാത്രിയിലാണ്. അതുപോലെ തന്നെ ആ കഴിച്ച ഉടനെ പലപ്പോഴും ഉടനെ പോയി കിടക്കുന്ന ശീലവും പല ആളുകൾക്കുമുണ്ട്. അതുപോലെ തന്നെ ഈ ഭക്ഷണം ഹെവി ആയിട്ട് കഴിക്കുക, അതോടൊപ്പം തന്നെ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ഫുഡുകളും ഈ സമയത്ത് പലരും കഴിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ ഈ അത്താഴം ഹെവി ആയിട്ട് കഴിക്കുന്നത് കൊണ്ട് തന്നെ അത് ദഹിക്കാൻ പ്രയാസം ഉണ്ടാവുകയും അത് ദഹനക്കേട് സംബന്ധിച്ചുള്ള ധാരാളം പ്രശ്നങ്ങൾ അതിനുശേഷം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ പല ആളുകൾക്കും ഗ്യാസ് ട്രബിൾ, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ഈ അസിഡിറ്റി പ്രോബ്ലംസ് ഈ അത്താഴം കഴിക്കുന്നത് കൊണ്ട് മാത്രം ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ അത്താഴം കഴിച്ച ശേഷം അത്താഴം കഴിക്കുന്ന ശീലവും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പല രോഗങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കും. 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന്, അത്താഴം എത്ര നേരത്തെ കഴിക്കാമോ അത്രയും നേരത്തെ കഴിക്കുക. രണ്ടാമത്, അത്താഴം കഴിച്ച ഉടനെ ഒരിക്കലും കിടക്കാതിരിക്കുക. 1 മണിക്കൂറെങ്കിലും സമയം കഴിഞ്ഞ ശേഷമേ കിടക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ നടക്കുക. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പല രോഗങ്ങൾ വരുന്നതിൽ നിന്നും, പ്രത്യേകിച്ച് ഗ്യാസ്ട്രിക് സംബന്ധമായ പല രോഗങ്ങൾ വരുന്നതിൽ നിന്നും നിങ്ങൾക്ക് രക്ഷ നേടാൻ സാധിക്കും.